ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണെന്ന്. നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ഏത് രീതിയിലാണ്, അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് മനോഭാവം ഏത് രീതിയിലാണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ട് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിങ്ങും ജനറൽസ് റീഡിങ്ങുമാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസും ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലൈഫിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയെ അവരുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് ഓർക്കുക. നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇപ്പോഴും ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ട് വീഡിയോ ആയിട്ട് കണക്ട് ആവുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൂടുതലായിട്ട് എനിക്കിവിടെ റീഡിങ്ങിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിരിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ന്യൂ വിഷൻ ആണ്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ആദ്യകാലങ്ങളിൽ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് പോയ വ്യക്തികളായിരിക്കാം. കാരണം അങ്ങനെ വേദനിപ്പിച്ച് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം എന്ത് രീതിയിലാണോ ഉണ്ടായിരുന്നത് അതേ രീതി തന്നെ ആയിരിക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇവർ കാണിച്ചിരുന്നത്. അങ്ങനെ തേർഡ് പാർട്ടിയോട് കാണിക്കുന്ന സമയത്ത് നിങ്ങളെ പൂർണ്ണമായിട്ടും വേദനയിലേക്ക് തള്ളിയിട്ടിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് പോയ വ്യക്തികൾ തന്നെയാണ് ഇവര്. അത്രത്തോളം അഡിക്ഷൻ, അത്രത്തോളം ഒരു അട്രാക്ഷനിലേക്ക് പോയ വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ ന്യൂ വിഷൻ ആണ്. ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് ഇവർ ഉണർന്ന് ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഉയർന്ന് ചിന്താഗതികൾക്ക് മാറ്റം വന്നിട്ട് വേറൊരു മൈൻഡോട് കൂടി ഇതിനെ കാണാനായിട്ട് തുടങ്ങി. വേറൊരു മൈൻഡ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ ഇവർക്ക് മാനസികപരമായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. നമുക്കിവിടെ റിപ്നെസ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. അതായത് ഇവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം, അതുപോലെ അതായത് നിങ്ങളുടെ മനസ്സ് അത്രത്തോളം വേദനിപ്പിച്ച് പോയത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഇവരെ ഉപദ്രവിക്കണമെന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഇവരോടുള്ള ആ ഒരു ആത്മാർത്ഥ സ്നേഹം കൊണ്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന തന്നെയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ നോവ് തന്നെയായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ സമയത്ത് നിങ്ങളുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവ് എന്ന് പറയുന്നത് 1000 മടങ്ങ് ഇവരുടെ ലൈഫിനെ ബാധിക്കും. കാരണം നീതിക്ക് നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സന്റെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു തീവ്രതയുടെ ഒക്കെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ കാഴ്ചപ്പാടുകൾക്ക് ന്യൂ വിഷൻ ആദ്യമേ തന്നെ മാറ്റം വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്കിവിടെ പാസ്റ്റ് ലീവ്സ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോഴും അവരുടെ മൈൻഡ് മുഴുവനും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളിലാണ്, അതായത് പാസ്റ്റിലാണ്. അവർക്ക് നിങ്ങളെയാണ് ഒരുപാട് മിസ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. അതായത് ഇവരുടെ ബന്ധത്തിൽ ഏറ്റിരിക്കുന്ന ഈ ഒരു വിള്ളല്, അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഇവരുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഇവരുടെ ബന്ധത്തിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് ഫ്ലവറിങ്, അതായത് അത്രത്തോളം പൂത്തുലഞ്ഞ് വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോയ ഒരു ബന്ധമാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ആയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു വിള്ളലിന്റെ ഭാഗമായിട്ട് ഇവർക്ക് എന്തൊക്കെയോ ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിന്റേതായ കുറെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കിടയിൽ മാനസികപരമായിട്ട് ഒരു അകൽച്ച,
എല്ലാ രീതിക്കും ഒരു അകൽച്ച വന്നിരിക്കുന്നു. അകൽച്ച വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. അവർ ഈ ഒരു സമയത്ത് നിങ്ങളെയും അവരെയും വെച്ചിട്ട്, അതായത് പാസ്റ്റ് ലൈഫ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു, നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയെയും വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേദന, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഡൗൺ ആയി പോകുന്നത്. കാരണം ആ ഒരു കമ്പാരിസണിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ആകപ്പാടെ ഇവർക്ക് ഒരു വെപ്രാളം, അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ തന്നെ നിയന്ത്രിക്കാൻ പലപ്പോഴും സാധിക്കാതെ വരികയാണ്. കാരണം ഇവർ ചെയ്ത തെറ്റിന്റെ ഭാഗമായിട്ടാണല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവരുടെ മൈൻഡ് ഒക്കെ ഇപ്പൊ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണം, വിഷൻ മാറിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ മാറിപ്പോകണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം once നമ്മുടെ ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഒരു അകൽച്ച വന്നു കഴിഞ്ഞാൽ, പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു നിലനിൽപ്പില്ല, അല്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. മൈൻഡ് ഇത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ടെങ്കിലും ഇവരിപ്പോ പേഷ്യൻസ് കൈവരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറിപ്പോകണം, എല്ലാ രീതിക്കും മാറിപ്പോകണം. അതൊരു പ്രാരാബ്ധമായിട്ട് എടുക്കാനായിട്ട് പറ്റുകയില്ല ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം. അപ്പൊ പൂർണ്ണമായിട്ടും ഇവിടുന്ന് മാറണം എന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. ലെറ്റിംഗ് ഗോ ആണ് വന്നിരിക്കുന്നത്. എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് തിരിച്ചു പോരുക, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ പൂർണ്ണമായിട്ടും നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ മൈൻഡിലുള്ളത്. ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട് നമുക്കിവിടെ. അതായത് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞിട്ട്, ആ ഒരു മതിൽക്കെട്ട് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇതിന്റെ പുറത്തേക്ക് വരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോംപ്രമൈസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. ഓക്കെ, സക്സസ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് ഒരു കോംപ്രമൈസ് വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അവരുടെ ബന്ധത്തിൽ ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒരു വിള്ളൽ വീണ് നിൽക്കുകയാണ് അവരുടെ ബന്ധം എന്ന് പറയുന്നത്. വളരെ സന്തോഷം ലഭിക്കും എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയെ ലൈഫിലേക്ക് സെലക്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഇവരായിട്ടുള്ള പരിചയവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ഇവരായിരിക്കും ഏറ്റവും സന്തോഷം. ഒരു പക്ഷെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ, ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, എന്ത് രീതിയിലുള്ള ബന്ധമാണോ നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നപ്പോൾ ഇതിന്റെ ഇടയിലേക്ക് വന്നൊരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള ഒരു വഴക്ക് നിന്നപ്പോഴേക്കും ഈ ഒരു പേഴ്സൺ ഒരു ചായ്വ്, അല്ലെങ്കിൽ മനസ്സിനൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഇവർ തിരഞ്ഞെടുത്ത വ്യക്തികളായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി. ആ സമയത്തൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും കെയറിങ്ങും എല്ലാം കൂടെ കൊടുത്തപ്പോഴേക്കും ഇവർ അതിനകത്തേക്ക് മതിമറന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഏറ്റവും ബെറ്റർ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്നൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ വിട്ടിട്ട് ഈ ഒരു പേഴ്സണിലേക്ക് മാറിപ്പോയിരിക്കുന്നത്. അവരുടേതായ ഒരു സന്തോഷം കണ്ടെത്തി പോയ വ്യക്തികൾ. പക്ഷേ അങ്ങനെ അവർ പോയിട്ടുണ്ടെങ്കിലും അത് അധികം നാളും നിന്ന് കാണില്ല. അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ, ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ രീതിക്കും വിശ്വാസം എന്നുവെച്ചാൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടോ, ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യല്, ഇവരെ വേദനിപ്പിക്കല്, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഒരു വിള്ളൽ വീണ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോ ഇവിടെ മൊത്തം നോക്കിയാൽ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡ് മുഴുവനും ഇപ്പൊ പാസ്റ്റിലാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. എത്രത്തോളം ഫ്ലവറിംഗ് ആണോ അവിടെ പോയിക്കൊണ്ടിരുന്നത് അത്രത്തോളം ഒരു ബ്രേക്ക് ഔട്ട് ആണ് അവിടെ വന്നിരിക്കുന്നത്. വെച്ചാൽ അവർ പൂർണ്ണമായിട്ടും പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെയും ഈ ഒരു തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ്. എത്രത്തോളം കമ്പയർ ചെയ്തു എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരിക്കലും ഈ ഒരു തേർഡ് പാർട്ടിക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇവരുടെ മനസ്സിൽ. ഓക്കെ, ഇവരുടെ മനസ്സ് മുഴുവനും നിങ്ങൾ തന്നെയാണ് ഉടക്കി നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു, അതായത് തമ്മിൽ ഭേദം ഇതായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നതായിരുന്നു ഏറ്റവും സന്തോഷം. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് പോയത് കൊണ്ടാണ് ഇത്രയും ഒരു നെഗറ്റീവ് ചിന്തകൾ, ഓവർ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇവരുടെ ഒരു ഇമേജ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. പക്ഷെ മാക്സിമം മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒന്ന് പേഷ്യൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാര്യമില്ല, ബുദ്ധിപൂർവ്വമാണ് ചിന്തിക്കേണ്ടത് എന്നൊരു വ്യക്തത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് അവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഫീലിങ്സ്, മനോഭാവം, ഇതൊക്കെ ഏത് രീതിയിലാണെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ചാരിയറ്റ് ആണ്.
നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ രാത്രിയിലും പകലും എന്ന വണ്ണം നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഈ ഒരു പാസ്റ്റ് ലീവ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ സ്നേഹം, ഇതെല്ലാം ഇവരുടെ മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇവർക്ക് ഉറക്കമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ പോകുന്നത്. കാരണം കയ്യിൽ നിന്ന് വിട്ടുപോയി, പൂർണ്ണമായിട്ടും കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഇവർക്ക്. ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സന്റെ പുറകെ ഒരുപാട് പോയിട്ടുണ്ടായിരിക്കാം. കൺവിൻസ് ചെയ്യാനും കാല് പിടിക്കാനും വിട്ടു പോകല്ലേ എന്ന് പറയാനും ഒക്കെ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഒരുപാട് പോയിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു രീതിക്കും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടാതെ വന്നപ്പോൾ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും, എന്നെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികളായിരിക്കാം. അവരുടെ യഥാർത്ഥ ഒരു ഇന്റൻഷൻ എന്താണെന്നുള്ളതും ഇതിനൊരു നിലനിൽപ്പ് ഉണ്ടാവുകയില്ല എന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. ഇത് നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് പറയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ അതൊന്നും കേട്ട ഒരു മനസ്സ് കാണിച്ചിട്ടില്ല. ഇവരെ പെട്ടെന്ന് കണ്ട ആ ഒരു എന്താ പറയാ കണ്ണ് മഞ്ഞളിച്ച് പോയ ഒരു അവസ്ഥയാണ് ഇവർ ആ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഇവർക്ക് കാഴ്ചപ്പാടുകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചിന്താഗതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇവർ ചിന്തിക്കുന്നത് ഒരു സമയത്ത് നിങ്ങൾ ഇവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തതാണല്ലോ, എന്നിട്ട് ഇവരത് കേട്ടിട്ടില്ലല്ലോ, അതിന്റെ ഭാഗമായിട്ട് സ്വയം ഏറ്റെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ഇവരെ തന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പേഷ്യൻസ് എന്നുള്ളത് സെയിം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സുകൊണ്ടിട്ട് ഇവർ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇവരെ തന്നെ. ഇവർക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം, അത് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ കിങ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. എന്ത് രീതിക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതിനകത്തൊരു വിജയം വേണം. വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ഒന്നുചേരൽ, അത് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. എന്ത് രീതിക്ക് ഫൈറ്റ് ചെയ്യാൻ ഇവർ തയ്യാറാണ്. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓൾറെഡി ഇവരുടെ ലൈഫിലേക്ക് പോയി, ഇനി ഇവരുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് വിട്ടിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ആയിരിക്കില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ പെട്ടെന്ന് ഒരു ബന്ധത്തിൽ നിന്ന് ചാടാനായിട്ട് സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങളെ പോലെ അത്ര പാവമായിരിക്കില്ല ഈ ഒരു തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രത്തോളം പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കുന്നതും വിള്ളൽ വീണിരിക്കുന്നതും ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിരിക്കുന്നതും എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളെ കബളിപ്പിച്ചതുപോലെ പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കില്ല. അതിന്റേതായ രീതിക്ക് ബുദ്ധിപൂർവ്വം വേണം പോരാനായിട്ട്. കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ട് എല്ലാ രീതിക്കും ഒരു രീതിയിൽ ഒരു ബാധ്യത എടുത്ത് വെക്കാതെ ബുദ്ധിപൂർവ്വമായിട്ട് തന്നെ ഇവിടെ നിന്ന് മാറി പോരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഒരുപാട് സമാധാനമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. 6 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാ രീതി ആടി ഉലഞ്ഞ് മനസ്സൊക്കെ കടന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു ഡിപ്രഷൻ അവസ്ഥ, ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി പോരണം എന്നൊരു ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി നിൽക്കാനാണ് ഇപ്പൊ ഇവർ ചിന്തിച്ചിരിക്കുന്നത്. ആ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിന്റെ ഭാഗമായിട്ട് ഇവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കോംപ്രമൈസ് നിങ്ങളുമായിട്ട് വേണം എന്നുള്ളത് ചിന്തകളിലൊക്കെ വരുമ്പോൾ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് ഫോൺസ് ആണ്, വൈകാരികപരമായിട്ടുള്ള ഒരു കോൺടാക്ട്. വെറുതെ വന്ന് വിളിച്ചിട്ട് പോവുക എന്നുള്ളതല്ല, ഇവരുടെ ഒരു മാനസികപരമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇവരുടെ മനസ്സിലുള്ള നിങ്ങളോടുള്ള സ്നേഹവും ഇവർ ചെയ്തു പോയ കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെ ചിന്തിക്കുകയാണ്. ഒരു നിമിഷം പോലും വൈകിക്കാനില്ല, അത്രത്തോളം പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്ത തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെ വേഗം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരുടെ കൂടെ തന്നെ ഇവർ ഒരു നിഴൽ പോലെ പിന്തുടരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരിങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് ഇവരുടെ ചെവി തിന്നുന്നത് പോലെ ഒരു പക്ഷേ ഇവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. അതിനെ ഒരു ബുദ്ധിമുട്ടിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പേരും പറഞ്ഞു പോലും ഈ ഒരു പേഴ്സൺ, ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ബന്ധം അത്രത്തോളം ഒരു മനോഹാരിതയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം തന്നെയായിരിക്കാം. ഈ ഒരു വ്യക്തത ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉള്ള ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു കോമൺ ആയിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ ബന്ധം എത്ര മനോഹരമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹവും നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ബോണ്ടിങ്ങും ഇതെല്ലാം ഈ ഒരു പുറത്തു നിന്നുള്ള ഈ ഒരു തേർഡ് പാർട്ടി കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു കുശുമ്പ് കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിലുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവർക്ക് ഇതേക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം ഇവർക്ക് അറിയാവുന്നത് കൊണ്ടിട്ടും ഇപ്പൊ ഇയാളുടെ ലൈഫിലേക്ക് കയറി എന്ന് പറഞ്ഞാലും ഇവർക്ക് എപ്പോഴും ഒരു സംശയരോഗം എന്ന് പറയാം. ഇയാൾ നിങ്ങളെ വീണ്ടും വിളിക്കുന്നുണ്ടോ, അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ചിലവർ കമന്റ് ചെയ്യുന്നത് കണ്ടു, അവളല്ല അവനാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ പറയുന്ന അനുസരിച്ച് ഇപ്പൊ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് സ്ത്രീകളെ കുറിച്ചാണെന്ന്. അങ്ങനെയല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ണറെ സ്ത്രീ ആയിട്ട് എടുക്കുക, നിങ്ങൾ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ണറെ പുരുഷനായിട്ട്, ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ മാറ്റിയെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയുന്ന അനുസരിച്ചിട്ട് ഈ ഒരു പേഴ്സണ്
ഈ ഒരു തേർഡ് പാർട്ടിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അവരുടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു സ്നേഹം എത്രമാത്രമാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു കുശുമ്പ് കയറുന്ന ഇവർക്ക് സംശയരോഗം വരുന്നത്. അവർക്ക് ഇപ്പോഴും നിങ്ങളോട് സ്നേഹം ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഇപ്പോഴും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞാണ് ഏറ്റവും വലിയ രീതിയിൽ പ്രശ്നങ്ങളാക്കിയിരിക്കുന്നത്. സമാധാനമില്ലാത്തൊരവസ്ഥ. അതോടൊപ്പം തന്നെ സംശയം മാത്രമല്ല, വഴക്ക്, പ്രശ്നങ്ങൾ, കുറച്ചധികം ധാർഷ്ട്യമുള്ള വ്യക്തികൾ തന്നെയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന പേഴ്സൺ. കുറച്ചൊരു ഈഗോയിസ്റ്റ് പേഴ്സൺ, അതുപോലെ തന്നെ ഭയങ്കര വാശി മാത്രമല്ല, അവർക്ക് അവരുടേതായ ഒരു നിലപാട്, അല്ലെങ്കിൽ ഭയങ്കര എപ്പോഴും ഒരു പ്രശ്നക്കാരി എന്നൊക്കെ നമ്മൾ പറയുന്ന ടൈപ്പ്, അല്ലെങ്കിൽ പ്രശ്നക്കാരൻ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള വ്യക്തികൾ. അങ്ങനെ ഒരു പേഴ്സണെ അല്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ വ്യക്തി എപ്പോഴും ഒരു സമാധാനത്തോടു കൂടി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവർക്ക് ഒരു സമാധാനം എന്നുള്ള രീതിയിൽ ഇവർ ഇങ്ങോട്ടേക്ക് പോയത്. പക്ഷെ ഇപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് സമാധാനമല്ല, സമാധാനക്കേടാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ആ ഭാരം എത്രയും വേഗം ഒഴിപ്പിച്ച് മാറ്റണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരായിട്ട് തന്നെയാണല്ലോ ഈ ഒരു തിരഞ്ഞെടുത്തത് ഈ ഒരു കാര്യം, ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളും ഇവരും എല്ലാം കൂടെ വന്നപ്പോഴേക്കും കണ്ണ് മഞ്ഞളിച്ച് പോയ ഒരു അവസ്ഥയിൽ സ്വന്തമായിട്ട് തന്നെ തിരഞ്ഞെടുത്തിട്ടാണല്ലോ ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണ് വളരെ മനോഹരമായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് എല്ലാ രീതിക്കും ഒരു ഘടന കൊണ്ടുവരണം, ഒരു സ്ട്രക്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണമെന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ തീരുമാനം എടുത്തിരിക്കുന്നത് തന്നെയായിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയും ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. ഇനിയും ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതവും പോകും. അതോടൊപ്പം നിങ്ങളെ ഒരിക്കലും ഇവർക്ക് തിരിച്ചു കിട്ടുകയുമില്ല. ഓൾറെഡി നിങ്ങൾ ഇപ്പൊ ഇതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട്, അല്ലെങ്കിൽ ചിലർ മൂവ് ഓൺ ആയി മുന്നോട്ടേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. മറ്റു ചിലവർ ഇവിടെ ഇപ്പോഴും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. പക്ഷെ ഒരുപക്ഷെ പുറത്ത് കാണിക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് വേദനാജനകമായ ഒരു, അല്ലെങ്കിൽ ഒരു മരിച്ച അവസ്ഥയിലൂടെ തന്നെയായിരിക്കാം നിങ്ങൾ ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെ പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവര് നോക്കുമ്പോൾ നിങ്ങൾ പോയി, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടു തുടങ്ങി ഇതിൽ നിന്ന് എന്നൊക്കെ ഒരു ചിന്തയാണ്. മനസ്സുകൊണ്ട് ഇവർക്ക് അറിയാം നിങ്ങൾ എത്രത്തോളമാണ് ഈ ഒരു ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്, എത്രത്തോളം ഒരു ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഇവരെ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ വിട്ടു പോകുമോ എന്നൊരു ചിന്ത ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ബന്ധം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് ഇതിനൊരു തീരുമാനത്തിൽ എത്തിക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആലോചിക്കുന്നത്. ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ, സ്നേഹം, പ്രണയം, എല്ലാ രീതിക്കും ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. മാനസികപരമായിട്ടൊക്കെ ഭയങ്കരമായിട്ടൊരു അടുപ്പം, മനസ്സിന് ഭയങ്കര ഒരു വേദനയാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത്. നിങ്ങളെയാണല്ലോ ഇവർ വേദനിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നാണല്ലോ ഇവർ ഇറങ്ങിപ്പോയത് എന്നൊരു ചിന്ത. കാരണം മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ആദ്യത്തേതിന്റെ വില എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വന്നിരിക്കുന്ന പ്രശ്നങ്ങളുടെ കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് പ്രശ്നങ്ങളല്ല, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിലും ക്ഷമിക്കാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആദ്യത്തെ ആ ഒരു എടുത്തുചാട്ടമൊക്കെ നിങ്ങൾക്കുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളും എടുത്തുചാട്ടവും വാശി കാണിക്കലും ഒക്കെ നിങ്ങളും കാണിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഈ ഒരു വാശിയെല്ലാം അവിടെ അലിഞ്ഞില്ലാതെയാവും. അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തിയാലോ, ചേർത്ത് പിടിച്ചാലോ, സംസാരിച്ചാലോ ഒക്കെ തീരാവുന്ന ഒരു പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ തേർഡ് പാർട്ടി അങ്ങനെയല്ല. അവർ എല്ലാ രീതിക്കും ഒരു വാശിയിൽ, അല്ലെങ്കിൽ അവരുടേതായ ധാർഷ്ട്യം, അവരുടെ രീതിക്ക് തന്നെ മൂവ് ചെയ്യണം, അവർ പറയുന്ന അനുസരിച്ച് മാത്രം കേൾക്കണം, അങ്ങനത്തെ ഒരു രീതിയുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ നിങ്ങളുടെ പേഴ്സണ് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ നിങ്ങളോട് വളരെയധികം അട്രാക്ഷനും ബഹുമാനവും സ്നേഹവും ഒക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളെ എന്ത് രീതിക്കാണെങ്കിലും വിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറല്ലാത്തൊരു രീതിയിലായിരിക്കുന്നത്. അവർക്ക് അത്രത്തോളം നിങ്ങളോട് സ്നേഹം തോന്നുന്നു, ആത്മാർത്ഥത തോന്നുന്നു, അല്ലെങ്കിൽ കുറ്റബോധം തോന്നുന്നു എന്ന് വേണമെങ്കിലും പറയാം. നഷ്ടബോധം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഈ ഒരു ചിന്തകൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ രീതിയിലും ഇനി ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള തുടക്കം തന്നെ ആയിരിക്കണം നിങ്ങളുടെ ബന്ധത്തിൽ. ആ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള തുടക്കം എന്ന് പറയുമ്പോഴേക്കും ഒട്ടും വിട്ടു പോവാത്ത രീതിയിൽ, ഇനി ഒരു രീതിയിൽ ഇത് വിട്ടു പോകാനായിട്ട് സാധിക്കില്ല. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി വരാനും പാടില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊരു എല്ലാ രീതിക്കും ഭയങ്കര ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്കിൽ പോലും പോയി ചാടിയത് ചിന്തയില്ലാതെ തന്നെയാണ്, ശരിയാണ്. പക്ഷെ എങ്കിലും കൂടുതൽ ഇവർ ചിന്തയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും എന്ന് പറയുന്ന പോലെയായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം. എല്ലാം ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന പേഴ്സൺ ആ ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും വിഡ്ഢിത്തരം കാണിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പൊ പെട്ടെന്ന് അവർക്ക് ചിന്താഗതികളൊക്കെ മാറ്റം വന്നിട്ട് ഇനി രക്ഷപ്പെടണം എന്നുള്ള ചിന്തയൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. കാരണം ഇവരങ്ങനെ എല്ലാ രീതിക്കും എല്ലാവരുടെ മുമ്പിലും തലകുനിച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തുടക്കം കുറിച്ചിട്ട് എല്ലാ രീതിക്കും മനോഹരമായിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നു, നൈറ്റ് ഓഫ് ഫോൺസ് വന്നപ്പോൾ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ പേജ് ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടും, കാരണം തേർഡ് സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരുപക്ഷെ പുറത്തു വരാത്ത വ്യക്തികൾ ഉണ്ടായിരിക്കാം ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇഷ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങളെ വിളിക്കുന്നുണ്ടോ, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പുറകെ നടന്ന് ഇവർ ചെകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇനി ഇവർ തീരുമാനിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യണം.
ഒരുപക്ഷെ നിങ്ങൾ ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങളിപ്പോ ഒരു ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ ഇവർ ഇടയ്ക്കൊക്കെ വന്ന് ഈ ഒരു തേർഡ് പാർട്ടി അറിയാതെ നിങ്ങളെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഈ ഒരു കാര്യം, ഈ ഒരു മറ നിങ്ങൾക്കിടയിൽ വേണ്ട. ബ്രേക്ക് ത്രൂ നമുക്ക് ഓൾറെഡി വന്നിരുന്നു. ആ ഒരു മറ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ വരണം. എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം. ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരണം. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് എന്നുള്ളത് നിങ്ങളെ എത്രയും വേഗം അറിയിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ബന്ധം തന്നെയായിരിക്കാം. ചിലർക്ക് തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി ആവാനുള്ള സാധ്യതയാണ്. നമുക്ക് കൂടുതലും വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങൾക്കൊരു നീതി തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് വെറുതെ വരവല്ല, അവർക്ക് നിങ്ങൾ നീതിപൂർവമായിട്ട് തന്നെ വേണം നിങ്ങളുടെ ബന്ധത്തിൽ ഇനി അങ്ങോട്ടേക്ക് നിൽക്കാനായിട്ട്. കാരണം ഇവർക്ക് കുറ്റബോധം ഇവരുടെ മനസ്സിനെ വല്ലാതെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അത്രത്തോളം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ണിച്ചോരയില്ലാത്ത വ്യക്തികളായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങളുടേത്. സാഹചര്യം കൊണ്ടിട്ട് അവർ മാറിപ്പോയി എന്നുള്ളത് ശരി തന്നെയാണ്. അവർ ചീറ്റ് ചെയ്തു, നിങ്ങൾ ചതിച്ചു, ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അവർക്ക് അതിലേക്ക് ഇപ്പോൾ ഒരുപാട് മാനസാന്തരം വന്നിട്ടുണ്ട്, കുറ്റബോധം വന്നിട്ടുണ്ട്. അപ്പൊ നീതി തരണം നിങ്ങളുടെ ബന്ധത്തിലേക്ക്. എല്ലാ രീതിക്കും നീതി തന്നിട്ട് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിനെ തിരിച്ച് ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങൾ ആ ഒരു കുടുംബം, കുട്ടികളെ എല്ലാ രീതിക്കും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് ഒരു ഫാമിലി ലൈഫിലേക്ക് കയറാൻ, മാരേജ് പോലുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അറ്റം വരെയൊക്കെ എത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് ഇങ്ങനെ പോയത് എന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു കാര്യത്തിൽ നീതിപൂർവമായ തീരുമാനം എടുത്തിട്ട് നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു കുടുംബത്തിനെ കുറിച്ച് ഇവർ ഇപ്പോഴേ ആലോചിച്ചിട്ട് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് പുളകം കൊള്ളുന്നു എന്നൊക്കെ പറയുന്ന പോലെ അത്രത്തോളം ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അത്. അത്രയും ഒരു സന്തോഷമാണ് അവർക്ക് ഈ ഒരു സമയത്ത്. ഒരു സമയത്ത് നിങ്ങൾ ഒരു ഭാരം പോലെ വിട്ടിട്ട്, ബർഡൻ ആക്കിയിട്ട് വിട്ടിട്ട് കടന്നു പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അത്രത്തോളം ഒരു അട്രാക്ഷൻ, സ്നേഹം നിങ്ങളിലേക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു. ഇവരിപ്പോ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും എപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ്. നിങ്ങളിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. പാസ്റ്റ് ലൈഫ് നമ്മൾ ഓൾറെഡി വന്നിരുന്നു. ഇവർ എപ്പോഴും നിങ്ങളുടെ ചിന്തയിലാണ്. നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ്, നിങ്ങളുടെ നല്ല നല്ല സമയങ്ങൾ, നിങ്ങളിപ്പോ യാത്ര പോയപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫാമിലി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ യാത്ര പോയത്, ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങൾ പ്രപ്പോസ് ചെയ്ത ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സ്നേഹം, കെയറിങ്, നിങ്ങളുടെ കുട്ടിക്കളികൾ, അതിനോടൊപ്പം വഴക്ക് എല്ലാം തന്നെ ഇവർ ആലോചിക്കുന്നുണ്ട്. പക്ഷെ വഴക്ക് വരുമ്പോഴേക്കും നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഉടനെ ഇവര് കമ്പാരിസൺ എടുക്കുന്നത്. അതിലും ഭേദം നിങ്ങൾ തന്നെയായിരുന്നു എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് വരുന്നത്. കാരണം നിങ്ങളുടെ വഴക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ അത്രക്ക് ഭീകരമായിട്ടുള്ള വഴക്കായിരിക്കില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിലെ കാര്യങ്ങളിൽ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ആദ്യ കാലത്തെ സമയം പോലെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സമയമൊന്നും തരാനായിട്ട് ഇവർക്ക് ഉണ്ടാവുകയില്ല. അതിൻ്റെതായ പരാതികൾ നിങ്ങൾ നിരന്തരമായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ പുറത്ത് കൊണ്ടുപോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ പഴയ പോലെ ഇപ്പോഴും സ്നേഹം ഇല്ലല്ലോ എന്നൊക്കെ നിരന്തരമായിട്ട് നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു പരാതിയൊക്കെ ഇവർക്ക് ഇങ്ങനെ ഓൾറെഡി ഇവർക്ക് ഈ ഒരു തേർഡ് സിറ്റുവേഷനുമായിട്ട് ഒരു കണക്ഷനും കൂടെ വന്നപ്പോഴേക്കും നിങ്ങൾക്കിടയിലുള്ള അകൽച്ച വർദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷേ ഈ ഒരു പേഴ്സണോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കാം എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ചിലപ്പോൾ ഒരുപക്ഷെ ചില വ്യക്തികൾക്ക് തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ളതും അറിയായിരിക്കാം. മറ്റു ചില വ്യക്തികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇവർ നിങ്ങളിൽ നിന്ന് അകലുകയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവരെ ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ള തോന്നൽ വന്നപ്പോഴാണ് ഇവർ നിങ്ങളിൽ നിന്ന് വിട്ടു മാറിപ്പോയിരിക്കുന്നത്. ഇപ്പൊ ഇവർ ഇതൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ ഭാഗത്തിരുന്നായിരുന്നല്ലോ തെറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തരേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയോ നിങ്ങൾക്കിടയിൽ ഈ ഒരു ബന്ധത്തിലുള്ള വിള്ളൽ വീഴലോ ഇതൊന്നും തന്നെ സംഭവിക്കുകയില്ലായിരുന്നു. ഈ ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിനെ മാനസികമായിട്ടും അതുപോലെ തന്നെ എല്ലാ രീതിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ നിരന്തരമായിട്ട് ആ ഒരു തോട്ട്സ് ഇങ്ങനെ അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുന്നതും രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ചിന്തകൾ അവരുടെ മൈൻഡിലേക്ക് മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് രീതിയിൽ മാറി മറിഞ്ഞ് വരുന്നെന്ന് പറഞ്ഞാലും ഇവർ ആഗ്രഹിക്കുന്നത് ഇതിനകത്തൊരു നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നിങ്ങളുടെ ലൈഫിലേക്ക് ഇവരായിട്ട് തന്നെ കടന്നു വരണം. ഈ ഒരു കാര്യത്തിൽ നമുക്ക് നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഗൈഡൻസ് പോലെ കിട്ടിയിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ളതായിട്ടാണ് കാണുന്നത്. കാരണം ഇവർക്ക് ഒരു ടൈം ഓഫ് പീരീഡ് ഇവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വെക്കലല്ല.
ഇവര് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കലാണ്. അപ്പൊ ആ ഒരു ബുദ്ധിപൂർവ്വമുള്ള ചിന്തയിൽ ഇവർക്ക് എപ്പോഴാണോ ഇതിനൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്നത് ആ ഒരു കറക്റ്റ് ടൈം ഇവർ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിക്കും പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. അത് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ ഒരു പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ബന്ധത്തിൽ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ചിന്തിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ഇവിടെ. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടായിരിക്കാം ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ. നിരന്തരമായിട്ടും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ഇവർക്ക് വാർണിംഗ് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇട്ടുകൊണ്ട് പോയി. തേർഡ് പാർട്ടി ഇവരെ അങ്ങോട്ടേക്ക് വലിച്ചെടുത്തു. ഓക്കെ, ഇവരായിട്ട് തന്നെ കണ്ടുപിടിച്ച വ്യക്തികളാണെങ്കിൽ ആ ഒരു രീതിയിൽ ഇവരെ വലിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയത്ത് അപ്പൊ ഇനിയൊരു നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളിലേക്കുള്ള ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് അതൊരു പുനർജന്മം പോലെ എല്ലാ രീതിക്കും ആയിരിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് മാനസികപരമായിട്ട് 3 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. മാനസികപരമായിട്ട് വളരെയധികം വിള്ളലേൽക്കുന്നു അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര ഭാരം, ഒട്ടും തന്നെ സഹിക്കുന്നില്ല അവർക്ക് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എഗെയിൻ നമുക്കിവിടെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. ഇവർക്ക് നിങ്ങളോട് വളരെയധികം പ്രണയം, അട്രാക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അത്രയും നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നു ഈ ഒരു വ്യക്തി. ആ ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. നൊസ്റ്റാൾജി എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു മൊമെന്റ്സ്, നിങ്ങളുടെ ആ ഒരു നല്ല കാലങ്ങൾ, നിങ്ങളെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ്, ഇതെല്ലാം അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഹെർമിറ്റ് എനർജി അതുപോലെ തന്നെ നമുക്കിവിടെ 7 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്തല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട്. അവർ അവരുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് അവരായിട്ട് തന്നെയാണല്ലോ നിങ്ങളെ ചീറ്റ് ചെയ്യേണ്ടി വന്നത്. അതിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് മാനസാന്തരം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റിൽ മനസ്സ് കൊണ്ടിട്ട് ഒരുപാട് വേദനിക്കുന്ന ഒരവസ്ഥ. അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. 34 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. N എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 32 UAE വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളും ഉണ്ടായിരിക്കാം. 28 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഏജ് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു ഡേയ്സ് ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. H വന്നിട്ടുണ്ട്. K വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം again വന്നിട്ടുണ്ട്. 44 30 ഓഗസ്റ്റ് മന്ത് വന്നിട്ടുണ്ട്. വിത്തിൻ 3 months കാണിക്കുന്നുണ്ട്. 30 days വന്നിട്ടുണ്ട്. ഓക്കെ, G എന്നൊരു ലെറ്റർ, A എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കൊല്ലം വന്നിട്ടുണ്ട്. അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 28 again വന്നിട്ടുണ്ട്. തൃക്കേട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. H again വന്നിട്ടുണ്ട്. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കുറെ നമ്പേഴ്സ് വരുന്നുണ്ട്. 24 അശ്വതി. ഓക്കെ, പൈസസ് വന്നിട്ടുണ്ട്. സോഡിയാക് സൈൻ. മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 40 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. സോഡിയാക് സൈൻ ഏരീസ് വന്നിട്ടുണ്ട്. P എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. S എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നവംബർ എന്നൊരു മന്ത് ആണ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്കിവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ 5 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 4 3 6 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. 10 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 9 again റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസും എനർജീസും എല്ലാം തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നാളെ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.